പ്രിയ മാതൃദേശം പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സ്നേഹിതരെ, ഇന്ന് വളരെ വ്യത്യസ്തയായ ഒരു കായിക പ്രതിഭയെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. രാജം ഗോപി. നമുക്ക് രാജം ഗോപിയെ സ്വാഗതം ചെയ്യാം. സ്വാഗതം രാജം. രാജം ഈ കായിക രംഗത്തേക്ക് വന്ന് ഇപ്പോൾ ഈ പ്രായത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ഉണ്ടെങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതിനുള്ളൊരു അഭിരുചി ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു 5ാം ക്ലാസ് മുതൽ ഓടാൻ തുടങ്ങിയതാണ്. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ ഗേൾസ് ഹൈസ്കൂളിൽ, ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ. അവിടെ പഠിക്കുമ്പോൾ തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ആയി തുടങ്ങി. പ്രാക്ടീസ് അവിടുത്തെ ടീച്ചർമാർ പ്രാക്ടീസ് കൊടുക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് എങ്ങനെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു? വീട്ടിൽ നിന്ന് രാവിലെ സ്പോർട്സിൽ ടേസ്റ്റ് ഉള്ളവരുണ്ടോ? വീട്ടിലാരും ഇല്ല. പക്ഷെ അമ്മ ജോലി എടുത്തുകൊണ്ടിരുന്നത് ഒരു മുൻ മേയർ ശേഷായ സ്വാമിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ സ്വാമി പറയുമായിരുന്നു അവളെ പോയിക്കോട്ടെ, സ്പോർട്സിനൊക്കെ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അമ്മ വിടാൻ തുടങ്ങിയത്. അപ്പം അമ്മയുടെ അമ്മയ്ക്ക് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഭയമായിരിക്കും. ഇപ്പൊ പെൺകുട്ടിയല്ലേ, അപ്പൊ സ്പോർട്സിലൊക്കെ വിട്ടാൽ അന്നത്തെ കാലഘട്ടം അതായിരുന്നല്ലോ അല്ലേ? എവിടെയാണ് രാജം ജനിച്ചതും വളർന്നതും? ഞാൻ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. അവിടെയാണ് താമസിക്കുന്നത്. ജനിച്ചത് കർഷക റോഡ്, അവിടെയാണ് അമ്മൂമ്മയൊക്കെ താമസിച്ചിരുന്നു വെച്ചത്. അവിടെ വെച്ചാണ് ജനനം, അവിടെയായിരുന്നു. അവിടെ നിന്ന് സ്കൂളിലേക്ക് ഒരു 5 മിനിറ്റ് എന്തോ നടക്കാനുണ്ടായിരുന്നുള്ളൂ അന്ന്. അപ്പോൾ അവിടെ ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഒരു കുറേ പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പശുവിനെ നോക്കുന്ന ജോലിക്കാരനായിരുന്നു അന്ന് സ്കൂളിൽ വിട്ടുകൊണ്ടിരുന്നത്. പിന്നെ 2ാം ക്ലാസ്സിലായപ്പോഴാണ് ഞങ്ങൾ കമ്മട്ടിപ്പാടത്തേക്ക് താമസം മാറ്റിയത്. സ്കൂളിൽ ചേർന്നതിന് ശേഷം എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സ്പോർട്സിലേക്ക് വരാനായിട്ടുള്ള ഇതുണ്ടായത്? 5ാം ക്ലാസ്സിൽ മുതൽ. അപ്പോൾ ഈ ഓട്ടം തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് എന്താ കാര്യം? അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഓടുമായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ ഞങ്ങൾക്ക് PT ടൈമിന് ടീച്ചർ ഇങ്ങനെ ഓടിപ്പിക്കുമായിരുന്നു, ഓടിച്ചു നോക്കുമായിരുന്നു. അപ്പോൾ മിടുക്കിയായിട്ട് ഓടുമായിരുന്നു. അങ്ങനെ അത് തുടർന്നു. അപ്പൊ ടീച്ചേഴ്സ് നല്ല പ്രോത്സാഹനം തന്നു. അവിടുന്ന് മത്സരങ്ങൾക്കൊക്കെ മത്സരങ്ങൾക്കൊക്കെ സ്കൂളിലൊക്കെ അന്ന് അയക്കുമായിരുന്നു. സ്റ്റേറ്റ് വരെ പോകുമായിരുന്നുള്ളൂ, നാഷണലൊന്നും വിടൂലായിരുന്നു. അതിന് സമ്മതം ഉണ്ടായിരുന്നില്ല. അതിപ്പോ ഈ ഞാറക്കയില് എടപ്പള്ളിയിലൊക്കെ സ്കൂളുകളിൽ അത്രേ വിടുള്ളൂ. അത് കഴിഞ്ഞ് വരുമ്പോൾ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛനപ്പോൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അച്ഛൻ വന്ന് സ്കൂളിൻ്റെ വാതിക്കൽ കാവലെങ്കും. രാത്രി പോയല്ലോ സ്പോർട്സ് കഴിഞ്ഞ് വരുമ്പോൾ അച്ഛനെ സ്കൂൾ വാതിക്കൽ വന്ന് കാവൽ വെക്കുമായിരുന്നു. അച്ഛനാണ് തിരിച്ചു കൊണ്ടുപോകണതൊക്കെ അച്ഛനാണ്. രാവിലെ സ്കൂളിൽ കൊണ്ടുവന്ന് വിടുന്നതും അച്ഛനായിരുന്നു. എത്ര കുട്ടികളുണ്ടായിരുന്നു നിങ്ങൾ? ഞങ്ങൾ വീട്ടിൽ 3 പേര്. എനിക്ക് ഒരു ആങ്ങളയുണ്ട്, അനിയത്തിയുണ്ട്. അവർക്ക് എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ ഇതുപോലെ? ആങ്ങളക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അമ്മ വിടൂലായിരുന്നു. പേടിയായിട്ടും വിടില്ല, സ്പോർട്സിലുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പൊ ഇത് തന്നെ അവര് കീപ്പ് ചെയ്ത് അവരുടെ ഉറച്ച നിലപാടിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ആണെങ്കിലും രാജ്യത്തിന് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ലേ? എനിക്ക് മാത്രം ഭാഗ്യം ഉണ്ടായി. അത് രാജ്യം നല്ലോണം കൈകാര്യം. എനിക്ക് ഡോക്ടറെ കൃഷ്ണാനേശ്വരിലെ ഡോക്ടർ സഭാപതിയും പിന്നെ മുൻ മേയറെയൊക്കെ ശേഷായ സ്വാമിയൊക്കെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അവരെല്ലാ സഹായങ്ങളും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ വെറുതെ ഇരുന്നപ്പോഴേക്കും എനിക്ക് ഇപ്പോൾ എല്ലാത്തിനെയും ഇൻ്റർനാഷണലിനെയും അന്തർദേശീയ തലത്തിലേക്ക് പോകാനായിട്ട് AK ശേഷാസ്വാമിയുടെ മരുമോനുണ്ട്, മകളുടെ ഭർത്താവ് മാധവ് മോഹൻ. മുമ്പ് സാറ് ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് സാറിൻ്റെ അച്ഛൻ മാലി മാധവൻ നായരുടെ മകനാണ് മാധവ് മോഹൻ സാറ്. അവരുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. സാറാണ് എനിക്ക് ഇൻ്റർനാഷണലൊക്കെ പോകാനായിട്ട് പിന്നെ പൈസ ഒക്കെ തന്നുകൊണ്ടിരുന്നതും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് സാറാണ്. അതിനോട് യോജിച്ച് മാതാപിതാക്കളൊക്കെ നിന്നിരുന്നു. സാറ് സമ്മതിക്കില്ലായിരുന്നു. മാധവ് മോഹൻ സാറിൻ്റെ സപ്പോർട്ടാണ് എനിക്ക് ഇപ്പോൾ ഈ 35 വയസ്സിന് ശേഷം ഇങ്ങനെ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ചതിന് ശേഷം പിന്നെ ഒരു വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. പിന്നെ 35 വയസ്സിന് കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളായി. അപ്പം കല്യാണം കഴിച്ച ആള് ഈ ഇങ്ങനെ ഒരു സ്പോർട്സ് വുമൺ ആണെന്ന് അറിയാമായിരുന്നോ? സ്പോർട്സുകാരൊന്നും അറിയാമായിരുന്നു, പക്ഷെ അങ്ങോർക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ വരുമ്പോൾ മാരേജ്
മാരേജ് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വരുമ്പോൾ ഇവിടെ ഒരു ഗോപകുമാർ സാറ്, ഒരു അഡ്വക്കേറ്റ്, അമ്മങ്കുൽ അമ്പലത്തിൻ്റെ അടുത്തൊരു ഗോപകുമാർ സാറുണ്ട്, അഡ്വക്കേറ്റ്. അവരുടെ വൈഫ് നാൻസി ഗോപകുമാർ. അവരൊക്കെ വഴക്കറിയായിരുന്നു, നീ എന്തിനാണ് ഇങ്ങനെ അവളുടെ പുറകിൽ നടക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവൾ ഓടാൻ വരണല്ലേ, അവളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ബുദ്ധിമുട്ടിച്ചാലേ ഞങ്ങളുടെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ചീത്ത അറിയായിരുന്നു. അതുകൊണ്ട് പേടിയുണ്ടായിരുന്നു. ഈ കല്യാണത്തിന് ശേഷം ഭർത്താവിന്റെ വീട്ടുകാർക്ക് എങ്ങനെയായിരുന്നു? വീട്ടുകാർ അമ്മയച്ഛനൊക്കെ മരിച്ചുപോയി. പിന്നെ പെങ്ങന്മാരാണ്, പെങ്ങന്മാർക്കൊക്കെ ഭയങ്കര കാര്യമാണ്. അപ്പൊ ഈ ഒരു വലിയ ഗ്യാപ്പ് വന്നല്ലോ, ഇപ്പൊ സ്കൂളിങ് കഴിഞ്ഞിട്ട് പിന്നെ മാരേജ് വരെ, മാരേജ് ആഫ്റ്റർ മാരേജ് 35 വയസ്സ് ആ വർഷത്തിലുള്ള ഗ്യാപ്പിൽ ഇത് എങ്ങനെ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ? പേപ്പറിലൊക്കെ കണ്ടുവരുന്നു ഇങ്ങനെ 35 വയസ്സ് കഴിഞ്ഞവർക്ക് മാസ്റ്റേഴ്സ് വെറ്ററൻസ് എന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു ടച്ചും ഇല്ലാതെ കുറെ വർഷങ്ങൾ പോയി. പക്ഷെ അന്ന് ഓടി നോക്കിയപ്പോഴേക്കും ഓടാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഡെയിലി വന്ന് മഹാരാജാസിൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ മഹാരാജാസിൽ തന്നെ അതിന്റെ കമ്മട്ടിപ്പാടത്തിന്റെ അടുത്ത് തന്നെ ആയിരുന്നല്ലോ ജനനം, ആ ഭാഗത്ത് തന്നെയായിരുന്നു. അപ്പൊ ഈ വിവാഹം കഴിച്ച ആളുടെ വീടും അവിടെ തന്നെയായിരുന്നു. അതെ, അവിടെ തന്നെ. അപ്പൊ അതും ഒരു അനുഗ്രഹമായി അല്ലേ? അപ്പൊ ഇവിടെ തന്നെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിരുന്നു അല്ലേ? തൊട്ട് അപ്പുറം ഇപ്പുറം ആയിരുന്നു. ടാൻസുഡ് ബസ് സ്റ്റാൻഡ് ഇപ്പുറമാണ് കൊട്ടമ്പളേക്ക് പറമ്പ്, അവിടെയായിരുന്നു ഭർത്താവിന്റെ വീട്. പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പൊ ഒരു ഇതുണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടും അതിനിടയ്ക്ക് പ്രസവിച്ചു അല്ലേ, കുട്ടിയായി അല്ലേ, എന്നിട്ടും ഇത് ചെയ്യാനുള്ള ഒരു ഇഷ്ടം എപ്പോഴും ബാക്കി നിൽക്കണ്ടായിരുന്നു. അത് തന്നെ വളർത്തിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് പിന്നെയുള്ള മത്സരങ്ങൾക്ക് എങ്ങനെയാ പോയത്? ഇദ്ദേഹത്തിന്റെ സപ്പോർട്ടാണോ അല്ലെങ്കിൽ ഈ മുൻ മേയറിന്റെയും ഡോക്ടർ സവാദിയുടെയും ഡോക്ടർ ഭാര്യയുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചെന്ന് ഇപ്പൊ സ്കൂളിങ്ങിൽ ഇപ്പൊ ഏതുവരെ പോയി, അതിന്റെ കിട്ടിയ സമ്മാനങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? സ്കൂളിൽ സ്റ്റേറ്റ് വരെയും പോയിട്ടുള്ളൂ. പിന്നെ അതിന് എനിക്ക് അന്ന് ഞാൻ ചെയ്തത് 100-ഉം 400-ഉം ലോങ് ജമ്പാണ് ചെയ്തിരുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ. 100-ഉം ലോങ് ജമ്പും 400 ഒക്കെ നന്നായിട്ട് ചെയ്യും സ്കൂളിൽ. പിന്നെ ഇതിന് ശേഷം ഒരു വെറ്ററിലേക്ക് വന്നപ്പോഴും അതേപോലെ 100-ഉം വാക്കിങ് അതിൽ വന്നപ്പോഴാണ് ഞാൻ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ ലോങ് റേസിലേക്ക് പോയി, 100-ൽ നിന്ന് പിന്നെ ലോങ് റേസിലേക്ക് പോയി, പിന്നെ മാരത്തോൺ ചെയ്യാൻ തുടങ്ങി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ പിന്നെ 100-ലേക്ക് വന്നു. മാരത്തോൺ നിർത്തി? മാരത്തോൺ പോകുന്നുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. അങ്ങനെ വിട്ടിട്ടില്ല, മാരത്തോൺ വിട്ടിട്ടില്ല. പിന്നെ 5000 മീറ്റർ വിട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്റ്റിപ്പിൾ ചേസ് ആണ്. 2000 മീറ്റർ സ്റ്റിപ്പിൾ ചേസ്, 5000 മീറ്റർ ഓട്ടം, 1000 മീറ്റർ നടത്തം, ഹഡിൽസ്. എല്ലാത്തിലും ഫസ്റ്റ് പ്രൈസ് ആണോ കിട്ടിക്കൊണ്ടിരുന്നത്? ഇതിലെല്ലാത്തിലും ഫസ്റ്റ് പ്രൈസ് എനിക്ക് തന്നെയാണ്, നിർബന്ധമായിട്ട് അത് തന്നെ വാങ്ങിയെടുത്തു. അത് നാഷണൽ റെക്കോർഡ് എൻ്റെ പേരിലാണ് ഇപ്പോഴും കിടക്കുന്നത്. ഹഡിലും പിന്നെ സ്റ്റിപ്പിൾ ചേസ്, വാക്കിങ്, ഇത് 3 റെക്കോർഡ് ഒരുമിച്ച് ഞാൻ 2008-ൽ 3 റെക്കോർഡ് ഒരുമിച്ചിട്ടിട്ടുണ്ട് ഞാൻ. അത് ആസാമിൽ വെച്ചിട്ട് ഗുവാഹട്ടിയിൽ. ആ റെക്കോർഡാണ് ഇപ്പോഴും എൻ്റെ പേരിൽ തന്നെയാണ് കിടക്കുന്നത്. ഇതുവരെ ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ ഇതിന് പോകുമ്പോ ഇപ്പൊ ആഫ്റ്റർ മാരേജ് ഒരു വെറ്ററൻ ഇതിൽ പോവാനായിട്ടുള്ള ഇത് വന്നപ്പോ അതിലേക്കുള്ള ഒരു എല്ലാവിധ സംവിധാനത്തിലും കൂടി നിങ്ങളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഒരാളുണ്ടായിരുന്നു? സ്പോൺസർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്പോൺസർ അന്ന് സ്പോൺസർഷിപ്പ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ജപ്പാനിൽ പോകാനൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കും. ഇത് കളിക്കാൻ പോകുമ്പോൾ തന്നെ ഒരു 40 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ജപ്പാനിൽ പോകാൻ സ്പോൺസർഷിപ്പ് കിട്ടിയപ്പോഴേക്കും താമസിച്ചു പോയി. പിന്നെ എനിക്ക് മലേഷ്യയിലാണ് കിട്ടിയത്. ജപ്പാനിൽ പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ ജപ്പാനിൽ പോയി. പിന്നെ ഒരു 2-3-4 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെയും പോയി. അവിടെ എനിക്ക് എല്ലാത്തിനും ഗോൾഡ് മെഡലായിരുന്നു. പിന്നെ എനിക്ക് ആദ്യമായിട്ട് ഏഷ്യൻ മീറ്റിന് പോകാൻ ഇന്ത്യക്ക് പുറത്തേക്ക് പോയത് മുഹമ്മദ് ഹനീഫ് സാറ് കളക്ടറായിരുന്ന സമയത്ത് മലേഷ്യയിൽ പോകാനായിട്ട് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ സാറാണ് എനിക്ക് സ്പോൺസർഷിപ്പ് ചെയ്തത്. അത് ഗ്രൗണ്ടിൽ മറ്റേ ഇൻഡോർ സ്റ്റേഡിയത്തിൽ അവരെല്ലാവരും കൂടിയായിരുന്നു എനിക്ക് ആ സ്പോൺസർഷിപ്പ് തന്നത്. അതാണ് ആദ്യം കിട്ടിയ സ്പോൺസർഷിപ്പ് എനിക്ക്. അന്ന് 20,000 രൂപ മതിയായിരുന്നു. അന്ന് പോയപ്പോൾ 4 ഗോൾഡ് മെഡലായിട്ടാണ് ഞാൻ വന്നത്. അത് അന്നത്തെ കളക്ടറിന് ഭയങ്കര സന്തോഷമായി. ഇപ്പൊ ഈ വെറ്ററൻ ഇത് തുടങ്ങിയപ്പോൾ ഒരു ട്രെയിനർ എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ട്രെയിനർ ഇല്ല, തനിയാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു സയന്റിഫിക് ക്ലാസ് ഒക്കെ വേണ്ടേ? ഇതിന് ക്ലാസ് ഉണ്ടായിരുന്നു. ഒരു
പോലീസ് ഓഫീസറിനായിരുന്നു, രാമേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. തൃശ്ശൂരുള്ളതാണ്, പോലീസിലായിരുന്നു. അങ്ങോരാണ് എനിക്ക് കോച്ചിങ് കുറെ എല്ലാം വിളിച്ച് പറഞ്ഞു തരുമായിരുന്നു ഫോണിൽ. കാരണം ഞാൻ ചോദിച്ചത് ഹൈസ്കൂളിൽ വെച്ച് നമുക്കൊരു പരിമിതിയൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഇതിലേക്കൊക്കെ ഒരു നാഷണൽ ലെവലിലൊക്കെ ഇന്റർനാഷണൽ ലെവലിലൊക്കെ പോകുമ്പോൾ അതിന്റെ വേറെ കാര്യങ്ങൾ കുറെ അറിഞ്ഞിരിക്കണമല്ലോ. ടെക്നിക്കൽ കാര്യങ്ങൾ എനിക്ക് പിന്നെ രാമേന്ദ്രൻ സാറാണ് പറഞ്ഞു തന്നിരുന്നത്. പോലീസിലെ SI ആയിരുന്നു തൃശ്ശൂർ. അവരൊക്കെ ആയിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ വന്നത്? സാറ് സ്പോർട്സിന് വരുമായിരുന്നു. സ്പോർട്സിന് വരുമ്പോഴേക്കും പിന്നെ ഇതിന്റെ സ്റ്റാർട്ടറായിരുന്നു സാറ്. സ്റ്റാർട്ടിംഗ് ഒക്കെ സാറ് തരുമായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ സാറ് പരിചയപ്പെട്ട് നീ നന്നായിട്ട് ഓടും, കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്താൽ നന്നായിട്ട് ഓടാൻ പറ്റും എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ സാറിൻ്റെ ഇതിലാണ് മുംബൈ മാരത്തോണിൽ വിന്നറായും ഫസ്റ്റ് വന്നത് ഞാൻ. ഇന്ത്യയിലെ പിന്നെ വെറ്ററൻസിലെ ഫസ്റ്റ് ഞാനായിരുന്നു, സെക്കൻഡ് USA ആയിരുന്നു. 2010-ലും 2011-ലും മുംബൈ മാരത്തോൺ വിന്നർ ഞാനായിരുന്നു. അതൊരു വലിയ കാര്യമാണ്. USA ആൾക്കാരൊക്കെ ആയിട്ട് മത്സരിച്ചത്. അതെ, USA സെക്കൻഡാ വന്നത്. ശരി. അന്ന് കെനിയക്കാരെയൊക്കെ ഭയങ്കര, അത് നമ്മുടെ ഇന്ത്യയിലെ പോലെയല്ല. അവര് നമുക്ക് കുറച്ചൊക്കെ കുശുമ്പുണ്ടാവും നമ്മുടെ ആൾക്കാർക്ക്, അവള് ഫസ്റ്റ് വന്നല്ലോ എന്നുള്ളതിന്റെ ഒരു കുശുമ്പുണ്ടാവും. പക്ഷെ കെനിയക്കാരപ്പോ ഓടി വന്നിട്ട് എന്നെ അടുത്ത് കടക്കേ ചെയ്ത്, അവർക്ക് അത്ര ഇതായിരുന്നു. അതേപോലെ USA-ക്കാർക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു, എന്ന് വെച്ചാൽ ഇന്ത്യ ഇങ്ങനെ ഫസ്റ്റ് വന്നല്ലോ എന്നുള്ളതിന്റെ ഒരു സന്തോഷമായിരുന്നു. അത് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കാണ് എനിക്ക് സ്പോൺസർ ചെയ്തത്. ടിക്കറ്റൊക്കെ സ്പോൺസർ ചെയ്തത് അവരായിരുന്നു. ഇപ്പോൾ എയർപോർട്ടിൽ പോയപ്പോൾ തന്നെ അവരെ ആൾക്കാർ അവിടെ എയർപോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിലേക്ക് പോകുമ്പോൾ എനിക്ക് ആരും അവിടെ വരണമെന്നൊന്നും അറിയില്ലായിരുന്നു മുംബൈയിൽ. അപ്പോൾ അവർ തന്നെ പിന്നെ ചാനലുകാർ വന്നു. രാജം നാഷണൽ ലെവലിൽ പോയാൽ ഇന്റർനാഷണൽ ലെവലിൽ പോയ മത്സരങ്ങളെ പറ്റിയുള്ള ഒരു വിശദമായൊരു ഇത് തരാമോ? കാരണം എത്ര രാജ്യങ്ങൾ മത്സരിക്കാനുണ്ടായിരുന്നു, അതിൽ നിന്നാണ് ഒരു രാജ്യം ഈ ഗോൾഡ് മെഡൽ നേടി വന്നത്. അതിൻ്റെ ഒന്ന് അനുഭവം ഒന്ന് വിവരിക്കാമോ? അതായത് ഇന്റർനാഷണലിൽ പോകുമ്പോഴേക്കും ഏത് വർഷമാണ് അതിൽ പോയത്? ഇന്റർനാഷണലിൽ 2006 മുതൽ ഞാൻ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. 2006 മുതൽ 2018 വരെയും ഇൻ്റർനാഷണൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 12 ഏഷ്യൻ മീറ്റും 4 വേൾഡ് മീറ്റും ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻ്റർനാഷണൽ മീറ്റിന് മാത്രമായിട്ട് തന്നെ 22 ഗോൾഡ് മെഡലുണ്ട്. പിന്നെ 8 വെങ്കലം, 8 വെള്ളി. ഇത് ഇത്രയും ഇൻ്റർനാഷണൽ മാത്രം. ആകെ എനിക്ക് നാഷണലും ഇൻ്റർനാഷണലും കൂടി 400 ചില്ലാനം മെഡലുകളുണ്ട്. അതിൽ തന്നെ 300ഓളം ഗോൾഡ് മെഡലാണ്, ബാക്കി സിൽവറും ബ്രോൺസും. ഈ മെഡലൊക്കെ എവിടെ സൂക്ഷിച്ചു? എല്ലാം വീട്ടിലാണ്, എല്ലാം ഉണ്ടല്ലേ. പിന്നെ കുറേ അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ പോയപ്പോൾ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായി? മറക്കാൻ പറ്റാത്തത് ഞാൻ 2012-ലാണെന്നോ എൻ്റെ ഓർമ്മ, ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേൾഡ് മീറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഫ്രാൻസാണ്. ഫ്രാൻസും പാരീസും, അത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഏഷ്യൻ കൺട്രീസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ജപ്പാനാണ്. അതെന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാർ അത്രയും നല്ല പെരുമാറ്റം, ജപ്പാൻ ആൾക്കാരുടെ പെരുമാറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ തായ്ലൻഡ് എല്ലാവരും നല്ല ഇതിലാണ്. വേൾഡ് മീറ്റ് ഞാൻ ആദ്യം പോയത് 2012 ഫിൻലൻഡിലാണ്. ഫിൻലൻഡിലൊരു വേൾഡ് മീറ്റിന് പോയിട്ടുണ്ടായിരുന്നു. ആ വേൾഡ് മീറ്റിൽ സ്റ്റിപ്പിൾ ചേസിന് ഞങ്ങളൊരു 34 പേരുണ്ടായിരുന്നു. എല്ലാ രാജ്യക്കാരും ലോക മീറ്റാണല്ലോ. അപ്പോൾ അതിൽ 6ാം സ്ഥാനം വന്നു കഴിഞ്ഞപ്പോഴേക്കും USA-ക്കാർ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്തത്. അതാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ ഉള്ളത്. അതേപോലെ വാക്കിങ്ങിന് 8ാം സ്ഥാനം വന്നു ഇൻ്റർനാഷണൽ വേൾഡിൽ. അപ്പോൾ ആ ജർമ്മൻകാരൊക്കെ ഓടി വന്ന് എൻ്റെ അടുത്ത് ഇത്ര നന്നായിട്ട് ഇന്ത്യ ചെയ്യുമെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യ എന്നാണ് പറയുന്നത്, ഇന്ത്യ എന്നാണ് അവർ പറയുള്ളൂ ആ സമയത്ത്. അപ്പോൾ അവർക്ക് ഇന്ത്യ എന്നാണ് അവർ പേര് വിളിക്കുള്ളൂ. നമ്മൾ ഓടി വരുമ്പോൾ തന്നെ ഇന്ത്യ എന്നും പറഞ്ഞവർ വിളിച്ചു പോകും. നമ്മുടെ രാജ്യക്കാരങ്ങനെയല്ല, നമ്മുടെ രാജ്യം മാത്രം വരണമെന്നുള്ള ഇതാണ്. പക്ഷെ മറ്റുള്ള രാജ്യക്കാർ അങ്ങനെയല്ല, അവരാ ഇന്ത്യ എന്നും പറഞ്ഞ് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പം ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോഴും അവിടെ ഉള്ള ആൾക്കാർ റെഫറികളും പറയുമായിരുന്നു ഇന്ത്യ യു ഫാസ്റ്റ്. പക്ഷെ അതൊക്കെ അവരെ പ്രചോദനം തരുന്ന ഒരു
ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു കാര്യമായിരുന്നു. അത് രാജൻ പറഞ്ഞത് വളരെയധികം പ്രസക്തിയുള്ളൊരു കാര്യമാണ്. കാരണം ഒരു വ്യക്തിയല്ല അവിടെ വരുന്നത് അല്ലേ, വ്യക്തി സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഒരു രാഷ്ട്രത്തിന്റെ പ്രതിനിധി എന്നുള്ളത്. ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത് അതൊരു നല്ലൊരു കാഴ്ചപ്പാട് തന്നെയാണല്ലേ. ഇപ്പൊ ഈ വെസ്റ്റേൺ കൺട്രീസിൽ പോയപ്പോൾ അവിടുത്തെ സ്പോർട്സ് അക്കാഡമിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പരിചയപ്പെടാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റിയായിരുന്നു? അവർ സന്ദർശിക്കാനൊക്കെ പോയിരുന്നു? ഇല്ല, അവര് അവിടെ രാജ്യത്ത് വരുമ്പോൾ നമുക്ക് രാജ്യക്കാരിലെ അവിടുത്തെ വ്യക്തികളെ ആയിട്ടാണ് നമുക്ക് പരിചയം. വരുമ്പോഴേക്കും അവര് ഇന്ത്യ എന്നേ പറയുള്ളൂ, അത് നമ്മുടെ പേരല്ല എടുത്ത് പറയുന്നത്. അപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് നമ്മൾക്ക്. അവര് ട്രാക്കിൽ ഇറങ്ങിക്കഴിയുമ്പോൾ കമോൺ ഇന്ത്യ എന്ന് പറഞ്ഞ് അവര് വിളിച്ചു പറയും. അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് നമ്മളിൽ എവിടെന്നാ നമുക്ക് ഊർജം വരണേന്ന് അറിയില്ല, ഓടി എത്തുകയാണ് ചെയ്യുന്നത്. ഏഷ്യൻ കൺട്രീസിലാണെങ്കിലും ഏഷ്യയിലൊക്കെ ഞാൻ ഫസ്റ്റ് ആയിരുന്നു. വരുമ്പോഴേക്കും ചൈനക്കാർ ബാക്കിലുണ്ടാവും. എന്നാലും അവർ കൂടെ നിൽക്കുമ്പോൾ പറയും ഇന്ത്യ ഇന്ത്യ എന്ന് വിളിച്ചു പറയുമ്പോൾ തന്നെ അവര് നോക്കിക്കൊണ്ട് നിൽക്കും. എന്നിട്ട് പറയും ഇന്ത്യനെ നോക്കണം എന്ന് അവര് തമ്മിൽ പറയും. അപ്പൊ തന്നെ നമുക്കറിയാം. അവിടെ ഫസ്റ്റ് ഓടി വരുമ്പോ തന്നെ ഓടി വന്നു കഴിയുമ്പോ അവര് തോറ്റെങ്കിലും അവര് ഓടി വന്ന് നമ്മളെ അനുമോദിക്കുമ്പോഴൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. ഇപ്പം ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോകുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് അതായത് അവിടുത്തെ രാജ്യത്തെ അവസ്ഥകളും അല്ലെ അവിടുത്തെ സംസ്കാരം അതിനൊക്കെ പറ്റി അല്ലെ ആഹാര രീതികൾ സ്പോർട്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ച് സമയം സൗകര്യം ഉണ്ടായിട്ടുണ്ട്. സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ അവര് നമുക്ക് മസാജ് ഒക്കെ ചെയ്തു തരുമായിരുന്നു. അതൊക്കെ ചെയ്തു തരുമായിരുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവര് അതൊക്കെ ഫ്രീ ആണ് ചെയ്തു തരുന്നത്. ചോദിച്ചത് ഇപ്പൊ നമ്മുടെ ഡയറ്റും അവരുടെ ഡയറ്റ് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ. അതിലെന്തെങ്കിലും മാറ്റം വരുത്തണം എന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പരിശീലന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരത്തണം എന്നോ സ്വയം തോന്നിയിട്ടുണ്ടോ? സ്വയം അങ്ങനെ തോന്നിയിട്ടില്ല. പരിമിതികളിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതും നമ്മൾ ഇന്റർവെൽ സമയമുണ്ട് നമുക്ക് ഈ സ്പോർട്സിന് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പിന്നെ എക്സർസൈസ് ചെയ്യാനുള്ള കുറച്ച് വാമിംഗ് അപ്പ് ടൈം തരും. അപ്പം വാമിംഗ് അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവർ നോക്കി നിൽക്കും, അവർ ചെയ്യുന്നത് നമ്മൾ നോക്കിയും. അതിന് നമ്മൾ കണ്ടുപഠിക്കാൻ കുറേ ഉണ്ട്, ഒരുപാട് കണ്ടുപഠിക്കാനുണ്ട്. ഇപ്പൊ ഇത്രയും നാള് ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അവരുടെ ഇത് കാണുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളാനായിട്ട് രാജ്യത്തിന് സാധിച്ചിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് അത് ഇംപ്രവൈസ് ചെയ്യാനായിട്ട് ട്രെയിനിങ്, പരിശീലന രീതി, ഡയറ്റ്, നമ്മുടെ ബോഡി എങ്ങനെ ഫിറ്റ് ആയിട്ട് നിർത്തണം എന്നുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ട് ഒബ്സർവ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതെല്ലാം ഇവിടെ വന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡയറ്റ് അങ്ങനെ ഡയറ്റ് തന്നെയാണ് എടുക്കാറ്. പക്ഷെ പ്രാക്ടീസ് ഒക്കെ അവരുടെ കുറെ രീതിയൊക്കെ കണ്ടുപിടിച്ചു. ടെക്നിക്കൽ കാര്യങ്ങൾ കുറച്ച് കിട്ടിയിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മൾക്ക് കുറെ കിട്ടുമല്ലോ. പിന്നെ നമുക്ക് ഇവിടെ അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു തരുന്ന ഒരു നല്ല മനസ്ഥിതി അവർക്കുണ്ടോ? അതൊക്കെ ഉണ്ട്, അവർ പറഞ്ഞു തരും നമുക്ക്. അവര് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അവര് നമ്മുടെ കൂടെ നിന്നിട്ട് തന്നെ അവര് ചെയ്ത് നോക്കി നിൽക്കും. അവര് അപ്പൊ തന്നെ അവര് ശരീരം തട്ടി യു ആർ ഫാസ്റ്റ് എന്ന് പറയും. അങ്ങനെയൊക്കെ അവര് നല്ലൊരു അങ്ങനെ ഒരു കോംപ്ലിമെന്റ് ഒക്കെ തരുമല്ലേ അവർക്ക്? അതിനൊന്നും ഒരു കുറവൊന്നുമില്ല. നല്ല പ്രചോദനപരമായിട്ട് സംസാരിക്കാനൊക്കെ അത് അവരുടെ ഒരു രീതിയാണ് അല്ലേ, വെസ്റ്റേൺ രീതിയാണല്ലേ. അവർക്ക് ഭയങ്കര ഇവിടെ തോന്നിയിട്ടുണ്ടോ? അത് തിരിച്ചവര് നമുക്ക് സപ്പോർട്ട് ചെയ്യും. പക്ഷെ നമുക്ക് അറിയാൻ പാടില്ലാത്ത അവര് ചോദിക്കും. ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോ അവരുടെ ഫുഡ് നമുക്ക് അവര് ചിലപ്പോ ഗ്രൗണ്ടിലൊക്കെ വെച്ച് തരും. പക്ഷെ അവരുടെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. കാര്യം വേറെ ഒന്നുമല്ല, അവര് നോണൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ വെജ് മാത്രമേ കഴിക്കാറുള്ളൂ, നോണൊന്നും കഴിക്കാറില്ല. അയ്യോ, അതൊരു അത്ഭുതകരമായ കാര്യമാണല്ലേ. ഒരു കായിക അങ്ങനെ നോണൊന്നും അധികം കഴിക്കാറില്ല, ഇറച്ചിയൊന്നും കഴിക്കാറില്ല. വീട്ടിലും ഇറച്ചിയാനും വീട്ടിൽ കയറ്റാറില്ല. അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ മാംസം എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അവര് മാംസം എടുക്കുന്നുണ്ട്, നിങ്ങൾ മാംസം എടുക്കുന്നില്ല, പക്ഷെ അവരുടെ സ്റ്റാമിനയ്ക്ക് എപ്പോഴും നല്ലൊരു ആ ഒരു ഇതിൽ അവരും നന്നായിട്ട് വെജ് കഴിക്കും, നന്നായിട്ട് ഫ്രൂട്ട്സും കഴിക്കും. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും നന്നായിട്ട്. നല്ലൊരു ബാലൻസ് ഡയറ്റിലേക്ക് വരുള്ളൂ. നന്നായിട്ട് പിന്നെ വെജിറ്റബിളും കഴിക്കണം, അതേപോലെ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കണം. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാറുണ്ട്. തന്നെ കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. മീറ്റ് എടുക്കാറില്ല അല്ലേ? മീറ്റ് എടുക്കാറില്ല. പാല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാലൊക്കെ മുമ്പൊക്കെ കഴിക്കായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ പാലില് മിന്ന പാലാണെങ്കിലും അതില് വലിയ ഗുണമൊന്നുമില്ല. പിന്നെ അത് കഴിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല.
പിന്നെ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ പറവൂരാണ് എൻ്റെ അച്ഛൻ്റെ ഒക്കെ വീട്. ഓ ശരി. അപ്പോൾ അവിടെ വീട്ടിലാണ് പശുവുണ്ട്. അപ്പോൾ അവിടെ ചെന്നാലേ മാത്രമേ ഞാൻ പാല് കുടിക്കാറുള്ളൂ. കാരണം നമ്മുടെ വീട്ടിലെ അതെ നമ്മുടെ പശുവിൻ്റെ പാലാണല്ലോ. അപ്പോൾ അതിൽ കെമിക്കലൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ വെറ്ററൻസ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വാഫി കുന്നംകുളത്ത് നടന്ന അതിൽ 4 എത്ര മെഡലാണ് കിട്ടിയത്? അതിൽ 5 മെഡൽ. ഏതിലൊക്കെയാണ് ചേർന്നിരുന്നത് അവിടെ? അതിൽ 100 മീറ്റർ, പിന്നെ 400 ചെയ്തു, പിന്നെ ലോങ് ജമ്പ് ചെയ്തു, 3000 മീറ്റർ നടത്തം. എത്ര പേരുണ്ടായിരുന്നു അതിൽ മത്സരിക്കാൻ കൂടെ? ഈ ഓട്ടത്തിലും ഇപ്പോൾ ഹൈ ജമ്പ് ലോങ് ജമ്പ് അല്ലേ? അല്ല, അതിലവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. 3-4 പേര് ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ സ്റ്റേറ്റ് മീറ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് അധികം ഇതുണ്ടായിരുന്നു. നാഷണലാണ് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻ്റ് നമ്പേഴ്സ് ഉണ്ടാവുന്നത്. അതപ്പോൾ കാണുമ്പോൾ എനിക്ക് പിന്നെ ഏഷ്യൻ മീറ്റിന് സെലക്ഷൻ ഉണ്ടായിരുന്നതാണ്. അത് കൽക്കട്ടയിലായിരുന്നു കഴിഞ്ഞ വർഷം നാഷണൽ നടന്നത്. ഏറ്റവും കൂടുതൽ മത്സരം ഉണ്ടായിരുന്നു അവിടെയായിരുന്നു. അതെന്ന് വെച്ചാൽ കൽക്കട്ടയിൽ വെച്ചായിരുന്നു. അതിലെനിക്ക് ഏഷ്യൻ മീറ്റിന് പോകാൻ എനിക്ക് സെലക്ഷൻ കിട്ടിയതാണ്. അത് 3000 മീറ്റർ നടത്തും സ്റ്റിപ്പിൾ ചേസിന് ഫസ്റ്റ് ആയിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. സാമ്പത്തികം ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏഷ്യൻ മീറ്റിന് പോകാൻ പറ്റിയില്ല. ഫിലിപ്പീൻസിലായിരുന്നു ഏഷ്യൻ മീറ്റ്. പോയിരുന്നെങ്കിൽ മെഡൽ ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു. രാജ്യത്തിന് കായിക ജീവിത അനുഭവത്തിൽ സാരമായ പരിക്കെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഡ്രസ്സിൽ വെച്ചാൽ ഞാൻ പോൾവാട്ട് ചേടാൻ പോളും കൊണ്ട് ഇങ്ങനെ ഓടി ഇങ്ങനെ കുത്തിയിട്ട് പൊങ്ങാൻ പറ്റിയില്ല. അപ്പോഴേക്കും നടുന്നൊരു ഇങ്ങനെ ഒരു ടിക്കെന്നൊരു ശബ്ദം കേട്ടു. പിന്നെ അത് പൊങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നല്ല വേദന ഉണ്ടായിരുന്നു. അവിടെ ട്രീറ്റ്മെൻറ്റ് അവർ പറഞ്ഞായിരുന്നു. അവർ ഇങ്ങനെ കുറച്ച് മെഡിസിനൊക്കെ തന്നായിരുന്നു അവിടെ വെച്ച് തന്നെ. പിന്നെ അവർ അനങ്ങണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രിപ്പിൾ ചേസ് ചെയ്തു. ഈ വേദന വെച്ചുകൊണ്ട് തന്നെ ട്രിപ്പിൾ ചേസ് ചെയ്തു. ഉള്ളിലുള്ള ഒരു ആത്മശക്തിയാണ് കൂടുതലായിട്ട് ഉള്ളത്. അത് 55 55+ ചെയ്തത്. പിന്നെ പങ്കെടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് ഹസ്ബൻഡ് മരിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡ് മരിച്ച വിവരം അറിയുന്നത്. അത് വാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് മരിച്ചെന്നും പറഞ്ഞ് ജോസ്നാലി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ മീറ്റ് കഴിയാൻ കാത്തിരുന്നവർ. അപ്പം ഗ്രൗണ്ടിൽ ആരെങ്കിലും ഇറക്കില്ല അവർ. ഗ്രൗണ്ടിൽ നിന്ന് കഴിഞ്ഞ് നമ്മൾ പുറത്ത് വന്നാലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഗ്രൗണ്ടിനകത്ത് ആർക്കും പ്രവേശനമില്ല. ഒഫീഷ്യലിന് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനെ 7ാം സ്ഥാനം ഉണ്ടായിരുന്നു അന്ന് എനിക്ക്. വേൾഡ് ആയിരുന്നല്ലോ. ഏഷ്യൻ മീറ്റിലാണെങ്കിൽ ഞാൻ ഫസ്റ്റ് വരാറുണ്ട്. വാക്കിങ്ങിനാണെങ്കിലും. പിന്നെ അത് ഇവിടെ വന്നിട്ടാണോ ചികിത്സയൊക്കെ ചെയ്തത്? അതെ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ എമർജൻസി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ മാധവ് മോഹൻ സാറായിരുന്നു അന്ന്. എനിക്ക് ഒരു ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് കാലെടുത്ത് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഓട്ടോറിക്ഷയിൽ. അപ്പോഴേക്കും ഞാൻ വിളിച്ചു പറഞ്ഞു, സാറ് എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞപ്പോൾ സാറ് അവിടുത്തെ മേരി എന്ന് പറഞ്ഞൊരു കുട്ടിയെ പറഞ്ഞു വിട്ടു. സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അവർ വന്ന് കാറിന് വന്നു. എൻ്റെ മോളോട് പറഞ്ഞു, അമ്മയെ പിടിക്ക്, ഡ്രസ്സ് മാറിയിട്ട് നീ ഇപ്പം തന്നെ വരണമെന്നും പറഞ്ഞു. കാറിൽ പിടിച്ച് തന്നെ കാറ് കയറ്റിയിട്ട് അപ്പോഴേക്കും ഇവിടെ വന്നിട്ട് പെട്ടെന്ന് എമർജൻസി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. എത്ര നാളത് റെസ്റ്റ് ചെയ്യേണ്ടി വന്നു? അത് ഒരു 6 മാസം റെസ്റ്റ് പറഞ്ഞു. ഞാൻ 2 മാസമായി കഴിഞ്ഞപ്പോഴും ഞാൻ ഗ്രൗണ്ടിലായിരുന്നു. ഇപ്പൊ ഏഷ്യൻ ഇതിലും ജേതാവായിട്ടൊക്കെ വന്നല്ലോ. അപ്പൊ ജീവിതത്തിലെ ഈ ഒരു നേട്ടങ്ങളെല്ലാം നിങ്ങളുടെ കുടുംബം, ഭർത്താവ്, കുട്ടികളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എത്ര മക്കളുണ്ട്? 2 പേര്, ഒരാണ് ഒരു പെണ്ണും. അവർക്ക് ടേസ്റ്റ് ഉണ്ടോ? മോൾക്കൊക്കെ ഭയങ്കര കാര്യമാണ്. അല്ല, അവർക്ക് എങ്ങനെയാ വരണോ? സ്പോർട്സിൽ വരണമെന്നില്ല അവർക്ക്. മാരീഡാണോ? മാരീഡാണ്. മോനെ മാരീഡ് ഒന്നുമല്ല. മോനെ അമ്മ പോണെങ്കിൽ പോയിക്കോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് പറയും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവന് ഫുട്ബോൾ കളിയൊക്കെ ഉണ്ടെങ്കിൽ അത് തീരണ വരെ ടിവിയുടെ മുമ്പിൽ നിന്ന് മാറില്ല. ഫുട്ബോൾ കാണാൻ ഇഷ്ടമാണ്. പ്രോത്സാഹനങ്ങളൊക്കെ അപ്പൊ കുട്ടികളിൽ നിന്ന് നല്ലോണം ഉണ്ടല്ലേ? അവർ സഹായിക്കണൊക്കെ ഉണ്ട് നല്ലോണം. അമ്മ വീട്ടിലെങ്ങനെ ഡയറ്റ് ഒക്കെ എങ്ങനെ? ഇതുപോലെ ഞാൻ അധികം ആഹാരം കഴിക്കില്ല, നോർമലേ കഴിക്കുള്ളൂ. രാവിലെ പിന്നെ മുമ്പൊക്കെ ആണെന്ന് വെച്ചാൽ ഓട്സ് കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഓട്സൊക്കെ ഒന്നും ഇപ്പോൾ കഴിക്കാറില്ല. മോള് ഫുഡൊക്കെ കൊണ്ടുവന്ന് രാവിലത്തെ ഫുഡ് മോള് കൊണ്ടുവന്ന് വയ്ക്കും. ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കും. അതിപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് പോയി വന്നു കഴിയുമ്പോൾ കുളിയും കഴിഞ്ഞ് 2 ഇഡ്ഡലി കഴിക്കും.
ഇത്രയേ ഉള്ളൂ അല്ലേ? 2 ഇഡ്ഡലി കഴിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കും, പിന്നെ വൈകുന്നേരം ഊണേ കഴിക്കുള്ളൂ. ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കും കഴിക്കുന്നത്. അതിനൊക്കെ വെജിറ്റേറിയൻ ആണ്, പ്യുവർ വെജിറ്റേറിയൻ ആണെന്ന് പറയാം അല്ലേ? ഫിഷ് എടുക്കാറുണ്ടോ? ഫിഷ് അങ്ങനെ എടുക്കാറില്ല, വല്ലപ്പോഴും എടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ഫിഷൊന്നും അങ്ങനെ മോള് അത് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് വെജിറ്റേറിയൻ ആണ് കൂടുതൽ ഇഷ്ടം. അത് ശരി, വെജിറ്റബിൾസ് ആണല്ലേ. ഓക്കെ. ഇപ്പോൾ ഇത്രയും സമ്മാനങ്ങളൊക്കെ കിട്ടി, ഇത്രയും ഒരു എല്ലാവരും അറിയുന്ന ഒരു കായിക താരമായിട്ട് വളർന്നു എന്നൊക്കെ തോന്നണല്ലോ. ജീവിതത്തിൽ ഇതിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു മൊത്ത വീക്ഷണത്തിൽ കാണുന്നത്? എങ്ങനെയാണ് സ്ത്രീകൾ ഇപ്പോൾ ഇതിൽ വന്നു? ഞാൻ എൻ്റെ സ്വന്തം സ്വാനുഭവത്തിലൂടെ മറ്റ് സ്ത്രീകളോട് എന്തെങ്കിലും അങ്ങനെ അറിയാനുണ്ട്. എന്ന് വെച്ചാൽ ഒരു 10-30 വയസ്സ് കഴിയുമ്പോൾ എല്ലാവരും രോഗത്തിൻ്റെ വലയിലാണ് എല്ലാവരും വന്ന് വീഴുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു 10-30 വയസ്സ് കഴിയുമ്പോഴേക്കും എങ്കിലും ഒരു മണിക്കൂറെങ്കിലും ജോലിക്ക് പോകുന്നവരാകട്ടെ പോകാത്തവരാകട്ടെ 1 മണിക്കൂർ രാവിലെയോ വൈകുന്നേരമോ വന്നിട്ട് കുറച്ച് നടക്കുക, ഗ്രൗണ്ടിൽ നന്നായിട്ട് നല്ല സ്പീഡിന് ഒരു അരമണിക്കൂറെങ്കിലും നടക്കുക, കുറച്ച് എക്സർസൈസെങ്കിലും ചെയ്യുക, ഒരു 2 റൗണ്ട് നടക്കുക. ഇത് നമ്മുടെ ആഹാരം കഴിക്കുന്നത് പോലെ നിത്യജീവിതത്തിൽ ഇതും കൂടി കൊണ്ടുവന്നാൽ രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇപ്പോൾ കാലുവേദന കൈവേദനയൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് എക്സർസൈസ് കഴിയുമ്പോൾ തന്നെ അത് മാറിക്കോളും, മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് 2021 ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യനീതിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്പോർട്സിൻ്റെ ആദ്യമായിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ അവാർഡ് എനിക്ക് കിട്ടിയത്. അത് സ്പോർട്സ് താരങ്ങളിൽ കിട്ടിയത്, ആദ്യത്തെ സ്പോർട്സ് താരത്തിൻ്റെ അവാർഡ് കിട്ടിയത് എനിക്കായിരുന്നു. അത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. ആ പരിപാടി നല്ല പരിപാടിയായിരുന്നു. അത് ശിവൻകുട്ടി സാറായിരുന്നു സ്പോർട്സിന് ഇത് അവാർഡ് എനിക്ക് തന്നത്, സാമൂഹ്യനിധി അവാർഡ്. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമായിരുന്നു എനിക്കന്ന്. 2021 മെയ് 1-ാം തീയതി ആയിരുന്നു ആ അവാർഡ് കിട്ടിയത്. ആ അവാർഡും പിന്നെ 25,000 രൂപയായിരുന്നു ക്യാഷ് അവാർഡും കിട്ടിയിരുന്നത്. പിന്നെ താമസ സൗകര്യം എല്ലാം ഗവൺമെൻറ് തന്നെയാണ് എനിക്ക് ചെയ്തു തന്നത്. അതിലൊരു നന്ദി എനിക്ക് ഗവൺമെൻറ്റിനോട് വളരെയധികം നന്ദിയുണ്ട് ആ അവാർഡ് കിട്ടിയതിൽ. പിന്നെ ഈ അടുത്ത് തന്നെ എനിക്ക് കിട്ടിയത് ഒക്ടോബർ 2023 ഒക്ടോബർ 27, 28, 29 ഈ ലാസ്റ്റ് ചെയ്ത ഇൻ്റർനാഷണൽ മീറ്റായിരുന്നു. അതിൽ 2 ഗോൾഡ് മെഡലും 3 സിൽവറും കിട്ടി. അത് 3000 മീറ്റർ നടത്തത്തിന് ഗോൾഡ് മെഡൽ, 200 മീറ്റർ ഓട്ടത്തിന് സിൽവർ, 4x100 മീറ്റർ റിലേക്ക് ഗോൾഡ് മെഡൽ, പിന്നെ 400 മീറ്റർ പിന്നെ ഗോൾഡ് മെഡൽ, 400 മീറ്ററിന് സിൽവർ, 200 മീറ്ററിന് സിൽവർ, പിന്നെ 5 മെഡൽ എനിക്ക് കിട്ടി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുന്നംകുളത്ത് ഒരു സ്റ്റേറ്റ് മീറ്റ് ചെയ്തു. അതിലെനിക്ക് 5 ഗോൾഡ് മെഡലുണ്ട്. 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ, ലോങ് ജമ്പ്, 3000 മീറ്റർ നടത്തും. ഇത്രയാണ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന ഇവൻറ്റ്സ്. സമ്മാനങ്ങളെ പറ്റിയൊക്കെ രാജ്യം വളരെ സന്തോഷകരമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്കും സന്തോഷമുണ്ട് കേൾക്കാൻ. പക്ഷേ ഈ സമ്മാനങ്ങൾക്ക് എല്ലാം ഒരു പിന്നിലായിട്ട് രാജ്യത്തിൻ്റെ ഒരു വലിയ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും. ആ സ്ട്രഗിളിൽ നിന്നാണ് ഇപ്പോൾ ചെളിയിൽ നിന്ന് താമര വിരിയുന്ന പോലെ എന്ന് പറഞ്ഞു, അതിനേക്കാളും ഇതായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സാമ്പത്തികമായിട്ടുള്ള ആ ഇതെല്ലാം എങ്ങനെയാണ് രാജ്യം മാനേജ് ചെയ്തത്? സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ജോലി ചെയ്യുന്ന പൈസ മുഴുവനും ഇതിനു വേണ്ടി തന്നെ പോണേന്. ഇപ്പൊ ശസ്ത്രക്രിയ ചെയ്തു എന്ന് പറഞ്ഞില്ല, അതിന്റെ ചെലവുകളെല്ലാം സ്വയം വഹിക്കുകയായിരുന്നോ? അതെ, സ്വയം വഹിക്കല്ല. മാധവമോഹൻ സാറ് കുറച്ച് പൈസ മാധവമോഹൻ സാറ് അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി പൈസ ചിലവായി. ഒരു 50,000 രൂപ സാറ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി ഇനി 1.5 ലക്ഷം രൂപയും കൂടി കെട്ടണമെന്ന് പറഞ്ഞായിരുന്നു. അത് കെട്ടാനൊരു നിവർത്തിയില്ലായിരുന്നു. ഞാൻ പിന്നെ ഹൈബീഡൻ സാറിൻ്റെ അടുത്ത് ഇന്ന് പറഞ്ഞു, സാറ് എനിക്കിങ്ങനെ ഇത്രയും പൈസ കെട്ടാനുണ്ട്, ഒരു നിവർത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഒറിജിനൽ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുവന്ന് തന്നു, ഇതിൻ്റെ ബില്ല് കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു. ആ ബില്ലൊക്കെ കൊണ്ടുപോയി ഞാൻ ഹൈബി സാറിനെ ഏൽപ്പിച്ചു. ഹൈബി സാറ് നേരിട്ട് പോയിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെ കണ്ടു. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഭരിക്കുന്നത്. പോയി 2 ദിവസത്തിനുള്ളിൽ സാറ്
എനിക്കുള്ള പൈസ 1,00,000 രൂപ അപ്പോൾ തന്നെ കിട്ടി. അതും കൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അവിടെ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് രാജ്യം ജനറൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു അനുഭവം പറയും? അതിപ്പോൾ ഒരു 5 വർഷത്തിന് മുമ്പായിരുന്നു. അതും ഹൈബീഡൻ സാറാണ് എനിക്ക് അവിടെ ജോലി വാങ്ങിച്ചു തന്നത്, ഫിറ്റ്നസ് ട്രെയിനറായിട്ട്. അവിടെ ഡോക്ടർമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമായിരുന്നു. ഇപ്പൊ അത് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ അത് ഇല്ല. ഇപ്പൊ 67 വയസ്സായില്ലേ. അപ്പൊ അവര് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ സൂപ്രണ്ട് സമ്മതിച്ചില്ല. മുമ്പുണ്ടായിരുന്ന സൂപ്രണ്ട് ഒരു അനിത മേഡം ആയിരുന്നു. മേഡത്തിന് ഞാൻ വർക്കൗട്ട് കൊടുക്കുമായിരുന്നു. മേഡം എല്ലാ ദിവസവും വരുമായിരുന്നു വൈകുന്നേരം. രാജ്യം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് തന്നെങ്കിലും എന്നെ പറഞ്ഞു വിടണമെന്നും പറഞ്ഞുകൊണ്ട്. മേഡത്തിന് ഇപ്പോഴും എന്നെ ഭയങ്കര കാര്യമാണ്. ഇപ്പോഴും ആ ഒരു സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ കുറെ കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പൊ അത് ഇതിലുള്ള അധികൃതര് അവര് ശ്രദ്ധിച്ചാൽ ഇനിയും ഒരു രാജ്യത്തിന് വളരെയധികം നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. പെൻഷൻ തന്നെ ഇപ്പൊ വിധവ പെൻഷൻ തന്നെ മുഴുവനും കിട്ടുന്നില്ല. ഇപ്പം 3-4 മാസമായിട്ട് പെൻഷൻ കിട്ടാറില്ല. കിട്ടാറില്ല. അതിൽ 1 മാസത്തെ അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇനി അതും കുറയ്ക്കാന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അപ്പൊ എന്നെ പോലെയുള്ളവർക്ക് ഈ പെൻഷൻ കിട്ടാത്തവർക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഒന്നാമത്തെ ഇത്ര വലിയൊരു പ്രതിഭ, അവർക്ക് ആ പ്രതിഭയുടെ കായിക ശേഷിയും മനഃശക്തിയൊക്കെ നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് വേണ്ടത് തന്നെയാണ്. അത് ഗവൺമെന്റിൽ നിന്നാണെങ്കിലും മറ്റു സംഘടനകളിൽ നിന്നാണെങ്കിലും ഒക്കെ കിട്ടേണ്ടത് തന്നെയാണ്. ഒരുപാട് പേര് മുമ്പ് സ്പോൺസർ ചെയ്യാൻ വരുമായിരുന്നു. സ്പൈസ് കോസ്റ്റ് അവര് എനിക്കൊരു ബ്രസീലിൽ പോകാനായിട്ട് അവരായിരുന്നു എന്നെ സഹായിച്ചത്. 2,00,000 രൂപയോളം വന്നു അവർ തന്നായിരുന്നു മുഴുവനും. പിന്നെ ഓരോരുത്തരും എന്നെ സഹായിക്കും. മാധവമോഹൻ സാറാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സ്പോൺസർഷിപ്പ് തന്നിരിക്കുന്നത്. ഇപ്പം സാറും പ്രായമല്ലോ. പക്ഷെ പരാതിയും പരിഭവവും ഒന്നും ഇല്ലാതെ തന്നെ സ്വയം ആത്മശക്തി കൊണ്ട് മാത്രം ഇത്രയും വലിയൊരു പ്രതിഭ ഉണ്ടായി വന്നതിന് നമ്മൾ പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ രാജ്യത്തെ കുറെ കൂടി ശ്രദ്ധിക്കണം. രാജ്യത്തിൻ്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് രാജ്യം. ഈ രാജ്യത്തിൻ്റെ തന്നെ ഒരു മുതൽക്കൂട്ടാണ് രാജ്യം അല്ലേ? അത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഇതിൽ ഞാൻ പറയുവാണ്. മാതൃദേശത്തിൻ്റെ ഇതിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ്. രാജ്യത്തെ പോലെ ഒരു പ്രതിഭയെ, കാരണം ഇത്രയും പ്രായം തോന്നിക്കുന്നില്ല, പക്ഷേ പ്രായമുണ്ട്. ആ പ്രായത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്ത്രീ അത് പ്രത്യേകം പരിഗണിക്കേണ്ടത് തന്നെയാണ്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ രാജ്യത്തെ നമ്മൾ പ്രത്യേകം കെയർ ചെയ്യേണ്ടതും അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ സാമ്പത്തികമായിട്ടുള്ളതും എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനങ്ങളും കൊടുക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെ നന്ദിയോടെ രാജം, നമസ്തേ, താങ്ക് യു.